നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാന് നേരെ പ്രഖ്യാപിച്ച യുദ്ധം അനിശ്ചിതമായി തുടരുകയാണ്. യുദ്ധം 24-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകം പരിഭ്രാന്തിയിലാണ്. ഇന്നലെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നും തന്നെ ഇന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടില്ല. എടുത്തുചാടി യുദ്ധത്തിനിറങ്ങിയ ട്രംപിനെതിരെ അമേരിക്കൻ ജനത പ്രതികരിച്ചു തുടങ്ങി. അവിടുത്തെ ഡെമോക്രാറ്റുകൾ മാത്രമല്ല, സാധാരണ ജനങ്ങളും ജീവിതം വഴിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോൾ ട്രംപിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. അമേരിക്കൻ സോഷ്യൽ മീഡിയയിലും TV ചർച്ചകളിലുമൊക്കെ ട്രംപ് വില്ലൻ കഥാപാത്രത്തിലേക്ക് നീങ്ങുന്നു. ആഭ്യന്തരമായി ട്രംപിന് ഇതുവരെ അനുകൂലമായ അന്തരീക്ഷമായിരുന്നെങ്കിൽ ഈ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടതും തലയൂരാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അമേരിക്ക പോയതും ട്രംപിൻ്റെ ജനപ്രീതിയിൽ വലിയ തോതിൽ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. ട്രംപ് എന്നിട്ടും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ സഖ്യകക്ഷികളെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ എക്കാലത്തെയും വലിയ സഖ്യകക്ഷിയായിരുന്ന ബ്രിട്ടൻ ഈ യുദ്ധത്തിൽ അകലം പാലിച്ചിരുന്നു. ആദ്യം മുതൽ ഇത് അനധികൃത യുദ്ധമാണ്, അതുകൊണ്ട് സഹകരിക്കില്ല എന്ന നിലപാടെടുത്തു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടെ, അത് ഇന്ധനക്ഷാമത്തിന് കാരണമായതോടെ ബ്രിട്ടൻ നിർബന്ധിതരായി അമേരിക്കയെ സഹായിക്കാൻ. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ്റെ എയർബേസുകൾ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ അനുമതി ഹോർമൂസ് കടലിടുക്കിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്, ഇറാന് നേരെ ആക്രമിക്കാനല്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ട്രംപും സ്റ്റാർമറും തമ്മിൽ ടെലിഫോണിൽ സംഭാഷണം നടത്തി. അതിനുശേഷം സ്റ്റാർമറെ പരിഹസിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ പോസ്റ്റ് ചെയ്താണ് ട്രംപ് തൻ്റെ ഇച്ഛാഭംഗം മാറ്റിയത്. ഇങ്ങനെ സഖ്യകക്ഷികളുമായി ഉടക്കുണ്ടാക്കി മുമ്പോട്ട് പോകുന്നതല്ലാതെ എവിടെ വരെ യുദ്ധം എത്തിക്കും, എങ്ങനെ തലയൂരും എന്നതിനെക്കുറിച്ചൊരു നിശ്ചയവും ട്രംപിനില്ല. ട്രംപ് ശനിയാഴ്ച രാത്രിയിൽ, അതായത് ഇന്ത്യൻ സമയം ഞായറാഴ്ച രാവിലെ പ്രഖ്യാപിച്ചത് 48 മണിക്കൂറിനകം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കിയില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകളെല്ലാം തച്ചുടയ്ക്കുമെന്നാണ്. ഏറ്റവും വലിയ പവർ പ്ലാന്റ് ആദ്യം തച്ചുടയ്ക്കും. അതിനെ തുടർന്ന് മറ്റെല്ലാ പവർ പ്ലാന്റുകളും തച്ചുടയ്ക്കും. ഇറാന് വെളിച്ചമോ വെള്ളമോ ഇല്ലാതെ വെള്ളം കുടിക്കും. അതുകൊണ്ട് അതിന് നിൽക്കരുത്. 48 മണിക്കൂർ എന്ന അന്ത്യശാസനം ട്രംപ് നൽകി. പക്ഷേ ആ അന്ത്യശാസനവും തിരിച്ചടിച്ചു. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല എന്ന് പറഞ്ഞ ഇറാൻ അന്ത്യശാസനം തള്ളിക്കൊണ്ട് തിരിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അന്ത്യശാസനം നൽകി. മാത്രമല്ല, ഇസ്രായേലിലേക്കും GCC രാജ്യങ്ങളിലേക്കുമുള്ള ഷെല്ലാക്രമണം തുടർന്നു. ഡ്രോണുകളും മിസൈലുകളും സൗദിയിലും കുവൈറ്റിലും ബഹ്റിനിലും ഖത്തറിലുമൊക്കെ എത്തിയെന്നും അവയെ പ്രതിരോധിച്ചെന്നും ആ രാജ്യങ്ങൾ ഇന്നലെയും പ്രഖ്യാപിച്ചു. UAE ആകാശത്തും ഇന്നലെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് ദൃശ്യങ്ങളുണ്ടായി. എന്ന് വെച്ചാൽ ഒരു തരത്തിലും പിറകോട്ട് പോവാതെ ഇറാൻ പ്രതിരോധം തുടരുന്നു. അതിൻ്റെ കൂടെയാണ്, ഞങ്ങളുടെ പവർ പ്ലാന്റുകൾ ആക്രമിച്ചാൽ പിന്നെ അമേരിക്കൻ ഇൻട്രസ്റ്റുകൾ ഒന്നും ബാക്കിയുണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നത്. 4 കാര്യങ്ങൾ അവർ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ അടച്ചിട്ടില്ല, ഭാഗികമായി അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇറാന്റെ ശത്രുവല്ലാത്ത രാജ്യങ്ങൾക്ക് എണ്ണ ഗതാഗതം തടസ്സമില്ലാതെ കൊണ്ടുപോകാം. ഇന്ത്യയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയിലേക്ക് ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ധന നീക്കം നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്ധന നീക്കം നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഇറാന്റെ ശത്രുക്കൾ, ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഞങ്ങൾ മാപ്പ് നൽകില്ല. എന്നാൽ പവർ പ്ലാന്റുകൾ തകർക്കുന്ന തരത്തിലേക്ക് യുദ്ധം മാറിയാൽ സ്ഥിതിവിശേഷം മാറും. പൂർണ്ണമായും ഹോർമൂസ് കടലിടുക്ക് അടച്ചിടും. ഒരു തരത്തിലും അതുവഴി ഒരു ഗതാഗതവും ഞങ്ങൾ അനുവദിക്കില്ല. പിന്നെ ഇത് തുറക്കണമെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ പുനർനിർമ്മിക്കണം. അതുവരെ ഒരു തരത്തിലുള്ള ഇന്ധന ഇടപാടുകളും നടക്കില്ല എന്ന് ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകി. രണ്ടാമത് ഇറാൻ പറഞ്ഞത്, ഇസ്രായേലിന്റെ പവർ പ്ലാന്റുകളും പവർ ഇൻഫ്രാസ്ട്രക്ചറുകളും മുഴുവൻ തകർക്കുമെന്നും IT ശൃംഖല ഇല്ലാതാക്കുമെന്നുമാണ്. മൂന്നാമത്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും ഞങ്ങൾ തച്ചുടയ്ക്കും. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള പവർ പ്ലാന്റുകൾ മാത്രമല്ല, എല്ലാ അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങൾക്കും നേരെ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓർക്കണം, ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ട്രംപിൻ്റെ അന്ത്യശാസനത്തിലെ പകുതി സമയം പിന്നിട്ടിരിക്കുന്നു. ഇനി 24 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല എന്ന് പറയുകയും അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അറബ് രാജ്യങ്ങൾ അടക്കമുള്ളവർ ആശങ്കയിലായി.
ട്രംപ് അത്തരമൊരു സാഹസത്തിന് മുതിരരുത് എന്ന് ട്രംപിനെ അറബ് രാജ്യങ്ങൾ ഉപദേശിക്കുന്നുമുണ്ട്. എവിടെയാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ടാണ് വാസ്തവത്തിൽ ട്രംപിന് ഇത്തരം ഭീഷണികൾ ഉയർത്തേണ്ടി വരുന്നത്. എന്നാൽ ആ ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ അലയുകയാണ് അയൽ രാജ്യങ്ങൾ. അതേസമയം ഇറാന്റെ ശക്തമായ ആക്രമണത്തിൽ ഭയന്നുപോയ ഗൾഫ് രാജ്യങ്ങൾ ആദ്യം യുദ്ധത്തിനെതിരായിരുന്നെങ്കിലും ഇപ്പോൾ മുറിവേറ്റ സിംഹമായി ഇറാനെ വീണ്ടും വളരാൻ അനുവദിക്കരുത്. ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങൾ എത്രയാണെങ്കിലും ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും അവസാനിപ്പിക്കുന്നത് വരെ യുദ്ധം തുടരണം എന്നാവശ്യപ്പെടുന്നുണ്ട്. ഈ അവസരത്തിൽ വെടിനിർത്തൽ ഉണ്ടായാൽ ഇറാൻ കൂടുതൽ കരുത്തു പ്രാപിക്കുമെന്നും ഈ കരുത്തവർ തെളിയിച്ചതുകൊണ്ട് തന്നെ അവരുടെ അഗ്രഷൻ അയൽ രാജ്യങ്ങൾക്ക് മേൽ ഖത്തറിന് നേരെയും UAEക്ക് നേരെയും സൗദി അറേബ്യയ്ക്ക് നേരെയും ഒക്കെ ഉണ്ടാവുമെന്നും അവർ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് ഈ സമയത്ത് വിട്ടുവീഴ്ച വേണ്ട, യുദ്ധം തുടരട്ടെ, ശക്തമായ തിരിച്ചടി ഇറാന് കൊടുക്കണം, ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന് അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നത് മാത്രമാണ് ട്രംപിന് അനുകൂലമായി സംഭവിച്ചിരിക്കുന്ന നീക്കം. എന്നാൽ ഇറാന്റെ ചെറുത്തുനിൽപ്പിനെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കാത്തതുകൊണ്ട്, ഇതുവരെയുള്ള കണക്കുകൂട്ടലുകൾ തെറ്റിയതുകൊണ്ട് ഇറാൻ എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. ഇസ്രായേൽ ഇന്നലെ ലെബനോനിൽ ആക്രമണം ശക്തമാക്കിക്കൊണ്ട് പറഞ്ഞത് 7 ആഴ്ചയെങ്കിലും എടുക്കും ഈ യുദ്ധം തീരാനെന്നാണ്. അത് ലെബനോനിലെ കാര്യം മാത്രമാണോ അതോ ഇറാനിലെ കാര്യവുമാണോ എന്ന് വ്യക്തതയോടുകൂടി ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല. 7 ആഴ്ച എന്ന് വെച്ചാൽ ഇനി 2 മാസം കൂടി എന്നാണ് അർത്ഥം. അത്രയും കാലം യുദ്ധം തുടർന്നാൽ ലോക വിപണി അടിമുടി തകർന്നടിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടൂറിസം മാത്രമല്ല, എല്ലാ വ്യാപാര ഇടപാടുകളും തകർന്നിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ താറുമാറായേക്കും എന്ന ആശങ്ക അവർക്കുമുണ്ട്. ജോർദാനിലേക്ക് ഇസ്രായേലിൽ നിന്നും പ്രത്യേക ബസ് സർവീസ് ആരംഭിച്ച് ജോർദാനിലെ അമ്മാൻ എയർപോർട്ടിൽ നിന്നും അമേരിക്കൻ പൗരന്മാരെ രക്ഷിക്കുന്ന പദ്ധതി അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത് ഒരു ദുസൂചനയാണെന്ന് വ്യക്തമാക്കുന്നു. ഇസ്രായേലിൽ കഴിയുന്ന അമേരിക്കൻ പൗരന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകം ആലോചിക്കേണ്ട കാര്യം, ഇസ്രായേലിൽ ജീവിക്കുന്ന അനേകം ജൂതന്മാർ അമേരിക്കൻ പൗരന്മാരാണ്. അവർ ഇരട്ട പൗരത്വം തുടരുന്നു. ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ അമേരിക്കയിൽ നിന്നും എത്തിയവരുടെ പിന്തുടർച്ചക്കാർ ഇസ്രായേലികളാണെങ്കിലും അവർ ഇസ്രായേൽ പൗരത്വത്തിനൊപ്പം അമേരിക്കൻ പൗരത്വവും തുടരുന്നുണ്ട്. അത്തരക്കാരാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേൽ പൗരന്മാർ തന്നെ ഇസ്രായേൽ വിടുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇത് യുദ്ധം ദീർഘകാലം നിലനിന്നേക്കുമെന്ന് അമേരിക്ക കൂടി സംശയിക്കുന്നതിൻ്റെ സൂചനയായി നിരീക്ഷകർ കാണുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഏതാണ്ട് 160 പേർക്ക് പരിക്കേറ്റെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു മരണവും അതോടൊപ്പം രേഖപ്പെടുത്തുന്നു. ഓർക്കണം, എല്ലാ വിധത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഉള്ള രാജ്യമാണ് ഇസ്രായേൽ. ഒപ്പം തന്നെ ഏത് മനുഷ്യനെയും പരിക്കേൽപ്പിക്കാതെ ബങ്കറുകളിലേക്ക് മാറ്റാനുള്ള സംവിധാനവും ഇസ്രായേലിനുണ്ട്. എന്നിട്ടും കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 160 ഇസ്രായേലി പൗരന്മാർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ എത്ര ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ ഇറാൻ നൽകുന്നത് എന്ന് വ്യക്തമാണ്. ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധിയാണ് ലോകത്തെ ഏറ്റവും അധികം ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ഓരോ ദിവസവും ഇന്ധനവില കൂടുന്നു. ഇന്ന് മാർക്കറ്റ് ആരംഭിച്ചത് ബാരലിന് $113 എന്ന നിലയിലാണ്. ഇത് $200 ഉയർന്നേക്കുമെന്ന ആശങ്കയാണ് ഏറ്റവും ഭയാനകമായത്. ഹോർമുസ് കടലിടുക്കിലൂടെയാണ് പ്രകൃതിവാതകത്തിൻ്റെയും പെട്രോൾ ഡീസലിൻ്റെയും 20% ഗതാഗതവും നടക്കുന്നത്. ഒരു ദിവസം 100 കപ്പൽ വീതം, അതായത് മാസത്തിൽ 3000 കപ്പലുകളാണ് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്നത്. ഇവ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. ഇറാൻ ചില കപ്പലുകൾ പോവാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും ഇൻഷുറൻസ് തുക താങ്ങാനാവാത്തതുകൊണ്ട് കപ്പൽ കമ്പനികൾ വിസമ്മതിക്കുകയാണ്. മാത്രമല്ല, യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏതാണ്ട് 21ഓളം ഇന്ധന കപ്പലുകൾക്ക് മേൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇത്തരം പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായി തന്നെ സ്തംഭിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് ലോകത്തിന് സാമ്പത്തിക മാന്ദ്യമുണ്ടാക്കുന്നതും ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതും പാചകവാതകമടക്കമുള്ളവയിൽ ദൗർലഭ്യം നേരിടുന്നതിനും കാരണമാകുന്നത്. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും തുർക്കി പ്രസിഡന്റ് എർഡോഗനും സമാധാന ശ്രമങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനോടും അമേരിക്കയോടും ഒരേ സമയം ബന്ധമുള്ള രാജ്യങ്ങൾ എന്ന നിലയിലാണ് ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ സമാധാന ചർച്ചകൾക്ക് ശ്രമം നടത്തുന്നത്. മോദി മിക്ക ദിവസവും അറബ് രാജ്യങ്ങളിലെ തലവന്മാരുമായി ടെലിഫോണിൽ സംസാരിക്കുന്നു. ഇറാൻ പ്രസിഡന്റിനോടും മോദി ഇന്നലെ സംസാരിച്ചു. എന്നാൽ ഇടയ്ക്ക് വെച്ച് യുദ്ധം ഇട്ടേച്ചു പോകുന്നത്
അറബ് രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന് കാരണം. യുദ്ധം തുടരുകയാണ് അനിശ്ചിതമായി. എന്തു ചെയ്യും എന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അറബ് രാജ്യങ്ങൾക്കോ ഒരു ധാരണയുമില്ല.